നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ക്രിസ്തുമസ് എത്താനിരിക്കെ സന്തോഷത്തിൻ്റെ പ്രതീകമായി മുൻപേ എത്തിയിരിക്കുകയാണ് നാടെങ്ങും ക്രിസ്തുമസ് അപ്പൂപ്പന്മാർ. മഞ്ഞുപോലെ വെളുത്ത നീണ്ട താടിമീശയും കൂർമ്പൻ തൊപ്പിയും നീളൻ കോട്ടുമണിഞ്ഞ് കൈനിറയ സമ്മാനങ്ങളും മധുര പലഹാരങ്ങളുമായി എത്തുന്ന സാന്താക്ലോസ് അഥവാ ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെ കാത്തിരിക്കുകയാണ് നാടും നഗരവും. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ വേഷമിട്ട് അരങ്ങുവാഴുമ്പോൾ വീണ്ടും ഉണരുന്നത് വിശുദ്ധ നിക്കോളാസിൻ്റെ പുണ്യസ്മരണകളാണ്. തുർക്കിയിലെ പത്താറയ്ക്കടുത്ത് ജനിച്ച് 19-ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച് മിറയിലെ വൈദികനും പിന്നീട് ബിഷപ്പുമായി മാറിയ സെൻറ്റ് നിക്കോളാസിൻ്റെ സ്മരണാർത്ഥമാണ് ക്രിസ്തുമസ് അപ്പൂപ്പന്മാർ എത്തുന്നത്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന മാനുകൾ വലിക്കുന്ന വണ്ടിയിൽ സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്തുമസ് അപ്പൂപ്പൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് കഥകൾ ഏറെയാണ്. അയൽവാസികളും ധനാഢ്യരുമായ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ സമ്പന്നമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾ കണ്ട് ഒരു ദരിദ്രബാലൻ തനിക്കും ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ കഴിയാത്തതിൽ മനം നൊന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. തെരുവിലൂടെ നടക്കാനിറങ്ങിയ ബിഷപ്പ് നിക്കോളാസ് ഇത് കേൾക്കാനിടയായി. രാത്രി ബിഷപ്പ് ചുവന്ന തൊപ്പിയും കുപ്പായവും ധരിച്ച് വേഷം മാറി വന്ന് അവന് കൈനിറയെ സമ്മാനങ്ങളും മിഠായികളും ഭക്ഷണവും പണവും പുതുവസ്ത്രങ്ങളുമെല്ലാം നൽകി ആഘോഷമായി ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ വഴിയൊരുക്കി കൊടുത്തു എന്നാണ് ഒരു വിശ്വാസം. ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെക്കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം പുരാതന ദേവാലയമായ വല്ലകം സെൻറ്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ടോണി കോട്ടക്കൽ പറയുന്നു. AD 280-350 കാലഘട്ടത്തിൽ മിറായിലെ മെത്രാനായിരുന്ന നിക്കോളാസിനെ ആസ്പദമാക്കിയാണ് ആ ചരിത്രം കിടക്കുന്നത്. ഇദ്ദേഹം മിറായ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു വികാരിയായി തുടർന്ന് മെത്രാനായി. ആ സമയത്ത് അവിടെ ഒരു വീട്ടിൽ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. ആ പെൺകുട്ടികൾ പ്രായമായിട്ടും വിവാഹം നടക്കാതെ വന്നു. അതിനുള്ള കാരണം സാമ്പത്തികമായ പ്രശ്നമായിരുന്നു. അപ്പോൾ നിക്കോളാസ് ഇത് മനസ്സിലാക്കിയിട്ട് ആ വീട്ടിലേക്ക് പൈസ പൊതിഞ്ഞ് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ പൈസ ഇട്ട് കൊടുത്തു അവർക്ക് ആവശ്യമുള്ള പൈസയ്ക്ക് വേണ്ടി. 3-ാം പ്രാവശ്യം പൈസ ഇട്ട് കൊടുത്ത് രാത്രി നിക്കോളാസ് തിരിച്ച് അവിടെ നടക്കുമ്പോൾ ആ ഗൃഹനാഥൻ നിക്കോളാസിനെ കണ്ടു. നിക്കോളാസിൻ്റെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അങ്ങായിരുന്നല്ലോ ഇത് ചെയ്തത്, അങ്ങ് ഞങ്ങളുടെ ഉപകാരിയല്ലേ, പിന്നെ എന്താണ് രാത്രി ഇപ്രകാരം വന്ന് ചെയ്യുന്നത്? ദരിദ്രരോടുള്ള സ്നേഹമാണ് നിക്കോളാസിനെ അപ്രകാരം ചെയ്യാൻ. വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ കൊണ്ടുകൂടി സമ്പന്നനായ സാന്താക്ലോസ് വീണ്ടും എത്തുമ്പോൾ സന്തോഷത്തോടെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്നത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും കൂടിയാണ്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.